കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഏകദേശം ഒരു 2-3 ദിവസമായിട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും അച്ഛന് സുഖമില്ല, നമ്മൾ ഹോസ്പിറ്റലിലാണ്, അല്ലെങ്കിൽ നമുക്ക് വയ്യാതെ ഹോസ്പിറ്റലാണ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും. അപ്പോഴത് എന്താണെന്ന് വിശദീകരിക്കാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പനിയാണ് കേട്ടോ. ഞാൻ 2-3 ദിവസം വാക്കേഡായിട്ടൊക്കെ ഒന്ന് ഇറങ്ങിയതിൻ്റെ പനിയാണ്. പക്ഷേ അച്ഛൻ്റെത് പനിയല്ല കേട്ടോ. അച്ഛനെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും, നമ്മളൊരിടത്ത് ഇത്തിരി വസ്തു വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വസ്തുവിൽ അച്ഛൻ നമ്മൾ വീട് പണി തുടങ്ങുന്ന അനിയൻ വീട് പണി തുടങ്ങുന്നതിൻ്റെ ഒരു ആദ്യ ഘട്ടം എന്നുള്ള രീതിയിലൊക്കെ ചെറിയ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ്റെ കാലൊന്ന് തെറ്റി വീഴുകയുണ്ടായി. മുൻപ് നിങ്ങൾക്കറിയാം, മുൻപൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ വീണു, അച്ഛൻ്റെ ഒരു കൈ ഇത് കമ്പി ഇട്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതന്ന് വലത് കൈയായിരുന്നു. ഇന്നിപ്പോൾ സംഭവിച്ചത് ഇടത് കൈക്കാണ് സംഭവിച്ചത്. ഇടത് കൈയാണ്. വീണതിന് ശേഷം അസ്ഥി നമ്മളെ പ്ലാസ്റ്റർ ചെയ്യാൻ പറ്റാത്ത പരുവത്തിൽ പൊട്ടിപ്പോകുന്നുണ്ട്. അപ്പോഴങ്ങനെ പൊട്ടിയതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം പോയത് നെടുമങ്ങാടാണ് കേട്ടോ. നെടുമങ്ങാട് ആദ്യം വേദന ആയിട്ടുള്ളതിൻ്റെ ഇതിൽ പെട്ടെന്ന് അനിയനാണ് കൊണ്ടുപോയത്. അനിയൻ നെടുമങ്ങാടാണ് കൊണ്ടുപോയത്. ഞാനവിടെ ഓടി എത്തുകയാണ് ചെയ്തത്. ഇപ്പം നെടുമങ്ങാട് ചെന്നപ്പോഴത്തെ അവർ എക്സ്റേ കണ്ടപ്പോൾ തന്നെ നേരെ മെഡിക്കലിലോട്ട് അവിടെ എത്തുകയാണ് ചെയ്തത്. നേരെ നമ്മൾ മെഡിക്കലിൽ വന്നു, കാഷ്വാലിറ്റിയിൽ വന്നു. അപ്പോൾ കാഷ്വാലിറ്റിയിൽ വന്നപ്പോഴത്തേക്ക് അവർ നേരെ കാഷ്വാലിറ്റിയിൽ അവിടെയും ഒരു എക്സ്റേ എടുത്തു കേട്ടോ. അവിടെയും എക്സ്റേ എടുത്ത് അവർ ഡോക്ടർ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, ഇതിന് പ്ലേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ, പ്ലേറ്റ് ഇട്ടേ പറ്റത്തുള്ളൂ, നമ്മൾ ഫിക്സ് ചെയ്യുന്ന പ്ലേറ്റ് അത് ഇട്ടേ പറ്റത്തുള്ളൂ എന്ന് ഡോക്ടർ അപ്പോൾ തന്നെ പറയുണ്ടായി. അപ്പോൾ നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് 20,000 രൂപയ്ക്ക് മേലിലാകും എന്നാണ് പറയുന്നത്. നമ്മളെ കണക്കുള്ള പാവപ്പെട്ട ആൾക്കാരൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഒറ്റയടിക്ക് പെട്ടെന്ന് 20,000 എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ ഞെട്ടിപ്പോകത്തില്ലേ. അവർ പെട്ടെന്ന് 20,000 എന്ന് കേട്ടപ്പോഴത്തേക്ക് ഞങ്ങളുടെ അവസ്ഥ അത് തന്നെയായിരുന്നു. ഞങ്ങളെ എന്ന് പറഞ്ഞാൽ അന്ന് നമ്മളെ ചിലവിന് മാത്രമായിട്ടാണ്. അതും എൻ്റെ കയ്യിൽ പോലും പൈസ ഇല്ലായിരുന്നു. അനിയൻ്റെ കയ്യിലുണ്ടായിരുന്ന, അനിയൻ വീട് പണിക്കായിട്ട് അങ്ങ് മാറ്റി വെച്ചിരുന്ന പൈസയാണ് ആകെ ഉണ്ടായിരുന്നത്. ആ പൈസയായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോഴത് വീട് പണിക്കായിട്ട് അതിലും കുറേ പൈസയൊക്കെ നേരത്തെ തീർന്നു. കുറച്ച് പൈസ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് അന്ന് തന്നെ അത് തീരുകയും ചെയ്തു. അവർ പെട്ടെന്ന് നമ്മളെന്ത് ചെയ്യണമെന്ന് അറിഞ്ഞിടാതെ നമ്മളന്ന് ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ നമ്മൾ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ ഒരാഴ്ച കഴിഞ്ഞെന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച നമ്മൾ പോയി ഒരാഴ്ച കഴിഞ്ഞ് ഒരു വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നമ്മൾ നമ്മുടെ അടുത്ത് പറഞ്ഞു അഡ്മിറ്റ് ആയാൽ മതി, OPയിൽ വരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നേരെ നമ്മൾ OPയിൽ വന്നു. അപ്പോൾ OPയിൽ വന്നതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന മുറയ്ക്ക് ഇങ്ങനെ പോയപ്പോഴത്തേക്ക് അച്ഛന് പെട്ടെന്ന് ടെസ്റ്റുകൾ ചെയ്തപ്പോഴത്തേക്ക് അച്ഛന് പെട്ടെന്ന് ചുമ ഉണ്ടെന്നുള്ളത് കാരണം ഒരു ഓപ്പറേഷൻ ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് ബ്ലഡ് കുറവുണ്ടായിരുന്നു. അച്ഛന് ബ്ലഡ് ഒരുപാട് കുറവായിരുന്നു. അപ്പോൾ ബ്ലഡ് അടയ്ക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ നീണ്ട് ഇന്ന് ഈ ദിവസം എന്ന് പറയുമ്പോൾ ചൊവ്വാഴ്ചയാണ് കേട്ടോ. വെള്ളിയാഴ്ച നമ്മൾ അഡ്മിറ്റായി, ഇന്ന് ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസമാണ് ഓപ്പറേഷന് ഡേറ്റ് എഴുതിയിരിക്കുന്നത്, ചൊവ്വാഴ്ച ദിവസം. ഓക്കെ. അപ്പോൾ ഇന്നലെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ചൊവ്വാഴ്ച, ഇന്നലെ ഞാൻ വന്നതിന് ശേഷമാണ് നമ്മുടെ ടെസ്റ്റും കാര്യങ്ങളെല്ലാം അനിയൻ നേരത്തെ ഏകദേശമുള്ള എല്ലാ അനിയൻ തന്നെയാണ് ചെയ്തത് കേട്ടോ. ഏകദേശമുള്ള ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ ഇന്നലെ കുറച്ച് പൈസ അറേഞ്ച് ചെയ്യണതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരാളിൽ നിന്ന് ഇത്തിരി പൈസയൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ പൈസയൊക്കെ വാങ്ങിക്കൊണ്ട് ഇന്നലെ രാത്രി തന്നെ എത്തിയിട്ടുണ്ടായി. നമ്മൾ ഏറ്റവും പാവപ്പെട്ട ആൾക്കാരുടെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. നമ്മൾ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഞങ്ങൾക്ക് പറ്റിയ അബദ്ധമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ നമുക്ക് ചികിത്സാ കാർഡില്ല. മെഡിക്കൽ കോളേജിൽ ചികിത്സാ കാർഡ് ഉണ്ടെങ്കിൽ ഇതിനൊന്നും വേറെ വിഷയം ഉണ്ടാകത്തില്ല എന്നാണ് പറയുന്നത്. അത് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷേ നമുക്ക് ചികിത്സാ കാർഡില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പൈസ സംഘടിപ്പിക്കേണ്ടി വരും. 19,500 രൂപ സംഘടിപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് അനിയൻ തന്നെയാണ്, ഏകദേശം ഉള്ളതെല്ലാം അനിയൻ തന്നെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ അനിയൻ എന്ന് പറയുമ്പോഴത്തേക്ക് അച്ഛൻ്റെ പൈസയും അതൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. അത് എങ്ങനെയാണ് കറക്റ്റെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്താണെങ്കിലും എൻ്റെ കയ്യിൽ
എടുക്കാൻ നിവർത്തില്ല. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ എൻ്റെ അവസ്ഥ എന്താണെന്ന് ഏകദേശമുള്ള എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോഴത് അതിൻ്റെ വിഷയങ്ങൾ, അതിൻ്റെ നമുക്ക് കുറേ വിഷയങ്ങളുണ്ട് എൻ്റെ ഫാമിലിയിലുള്ള, അത് എൻ്റെ കൂട്ടുകാർക്കൊക്കെ അറിയാം. അപ്പോൾ ആ വിഷയങ്ങളുടെ ഭാഗമായിട്ട് എൻ്റെ കയ്യിൽ ഒരിക്കലും പൈസ കാണത്തില്ല. അപ്പോൾ ഇപ്പോഴും ഞാൻ വരുമ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ നിന്ന് പറയാൻ പൈസ ആയിട്ടില്ല കേട്ടോ. മാക്സിമം എല്ലാം ഡെപ്പോസിറ്റ് അച്ഛൻ നേരത്തെ ഡെപ്പോസിറ്റ് കൊടുത്തിരുന്ന പൈസയും അങ്ങനെയുള്ള എല്ലാം കൂടെയൊക്കെയാണ് ഉള്ളത്. ഇപ്പോൾ ഒരാളിൽ നിന്ന് വാങ്ങിയ പൈസ ഇതെല്ലാം കൂടെയാണ്. എന്താണെങ്കിലും ഇന്ന് ഓപ്പറേഷനാണ്. അപ്പോൾ ഓപ്പറേഷനായിട്ട് ഇപ്പോഴ് കയറ്റാൻ പോവുകയാണ്. അങ്ങനെ അച്ഛൻ ഓപ്പറേഷന് കയറ്റിയിരിക്കുന്നത് 12:30 കേട്ടോ. 12:30ക്കാണ് കയറിയിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയിരിക്കുകയാണ്. കൂട്ടുകാരെ അങ്ങനെ 2:30 ആയപ്പോഴത്തേക്ക് മരുന്നിനുള്ള ഒരു ടെസ്റ്റ് വെച്ച് മരുന്ന് പെട്ടെന്ന് വാങ്ങിച്ചിട്ടുണ്ടാകും. അങ്ങനെ അനിയും പോയി. അങ്ങനെ അവർ പറഞ്ഞ മരുന്നെല്ലാം വാങ്ങി കൊടുത്തതിന് ശേഷം വീണ്ടും ഓപ്പറേഷൻ തിയേറ്ററിൽ കാത്തിരുന്നതിന് ശേഷം പിന്നെ കുറേ നേരം കഴിഞ്ഞു, ഏകദേശം മണിക്കൂറുകളോളം കഴിഞ്ഞു. 5:30 കഴിഞ്ഞപ്പോഴത്തേക്കാണ് 5:30 ആയപ്പോഴത്തേക്കാണ് ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് പുറത്തിറക്കിയത്. ഒരു കുഴപ്പമില്ല, വളരെ സുഖമായിരിക്കുന്നു. ഇത് ഇന്നത്തെ വീഡിയോ ഇത്രയും ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.